അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വേഗം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയിലെ ജാറിലോട്ട് 1 കപ്പ് രാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി മാത്രം മതി. പിന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കുന്നത് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് തൈര്, നല്ല കട്ട തൈര് ഉണ്ടല്ലോ, അതൊരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 ഡ്രോപ്സ് വാനില എസൻസും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സിയുടെ ജാറിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മിക്സിയുടെ ജാറിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കട്ട പിടിച്ച് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ബാറ്റർ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ കണ്ടാൽ നമ്മളുടെ ബാറ്റർ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ്. നമുക്കിത് കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ്സിൽ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ രാഗി പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മളുടെ ബാറ്ററിന് വേണ്ടത്. നമ്മളുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി തന്നെ. ഇനി നമുക്ക് ഇതുണ്ടല്ലോ ചെറിയ ബൗള്, ഞാനിവിടെ സ്റ്റീലിൻ്റെ ചെറിയ 3 ബൗളാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ചെറിയ സ്റ്റീലിൻ്റെ ബൗളില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയതിന് ശേഷം അത് ഇഡ്ഡലി തട്ടിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ 3 ചെറിയ സ്റ്റീലിൻ്റെ ബൗളുണ്ട്. അപ്പോൾ ഞാനതിലൊന്ന് ഓയിൽ തടവിയതിന് ശേഷം ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട കാരണം പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഈ പാത്രത്തിൽ പകുതി നമുക്ക് ബാറ്റർ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നമുക്ക് ചിലപ്പോൾ ഇത് കേക്കൊക്കെ കഴിക്കാനൊരു പൂതി വരുമല്ല, അങ്ങനെയൊക്കെ പൂതി വരുന്ന സമയത്ത് ഉണ്ടാക്കി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മളിതിൽ കൂടുതലായിട്ട് ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ മുട്ടയും ചേർത്തിട്ടില്ല. മുട്ടയും ബീറ്ററും ഓവൻ ഒന്നും വേണ്ട നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഇതേപോലെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ബദാം കട്ട് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്കുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് അടർത്തി മാറ്റാം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അടർത്തി മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഞാൻ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.